യേശു എത്ര നല്ലവൻ.
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ വചനങ്ങളെ കേൾക്കുവാൻ തമ്പുരാൻ നമ്മളെ ബലപ്പെടുത്തി. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ട് നമുക്ക് ഒരു രാത്രികാലം കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രമിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഈ ലോകത്ത് നമുക്ക് പലവിധമായ പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും നമ്മളെ ഭരിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി നമുക്ക് ഒരു പടി കൂടെ മുന്നോട്ട് കയറി നിന്ന് എനിക്ക് നേരിട്ട ഈ പ്രയാസത്തെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് വിടുവിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മീതെ ഒരു നാമവുമില്ല. ആ രക്ഷയുടെ നാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. ഈ ഭൂമി ഈ മണ്ഡലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ നിരവധി രോഗികൾ തമ്പുരാന്റെ അടുത്ത് പോയി, നിരവധി പ്രശ്നക്കാർ ദൈവത്തിന്റെ അടുത്ത് പോയി. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങൾ, അവരുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ, അവരുടെ മരണങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ കർത്താവിന്റെ ഐഹിക ശുശ്രൂഷകളിൽ നടന്നുവെങ്കിൽ ആ ജീവിക്കുന്ന ക്രിസ്തു ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എന്നെ കരുതുമാറാകണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എന്നോട് കൃപ കാണിക്കണമേ. വർഷങ്ങളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റുമാറാകണമേ. എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്ന യാചനകളെ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ, രോഗം നിങ്ങളെ തളർത്തുന്നുണ്ട് എങ്കിൽ, രോഗത്തിന്റെ ഭാരങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 38 വർഷം ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവൻ സൗഖ്യപ്പെടുത്തിയെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ, ഇതിന്റെ രോഗങ്ങൾ എത്ര കാലപ്പഴക്കം ചെന്നിരുന്നാലും അത് വിടുവിപ്പാൻ യേശുവിന് ശക്തിയുണ്ടാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷകന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുമിച്ചുള്ള പ്രാർത്ഥന സ്വർഗം കേട്ട് ഉത്തരം നൽകുന്ന ദിവസമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൃപ കൂടെയുണ്ട്. ദൈവത്തിന്റെ കരുതലും കാവലും കൂടെയുണ്ട്. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുമാറാകണം. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ആദ്യമ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ അയക്കുമാറാകണമേ. കർത്താവെ, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. കർത്താവെ, ഈ രാത്രികാലം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അടികൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമേറിയ രാത്രികാലം കർത്താവെ, ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലവിധമായ രോഗങ്ങളാൽ, പലവിധമായ രോഗപ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ ഈ ഗണപതിക്കലിൽ ഉണ്ടല്ലോ തമ്പുരാനെ. ഇന്ന് കർത്താവെ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ചേരുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. യേശുവേ, അവിടെ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ജീവനെ തന്നു. കർത്താവെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അടിയങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ, അങ്ങ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹത്വമല്ല പോരാ, ഈ ദേശത്ത് ഞങ്ങൾ വന്നത് കർത്താവെ അങ്ങായിട്ടാണ്. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രിയ സഹോദരനെ കർത്താവെ, സഹോദരങ്ങളെ,
അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോ നുറുങ്ങിയ ഹൃദയവുമായി കലങ്ങിയ ഹൃദയവുമായി നിൽക്കുന്ന മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മക്കളെ അവിടെ നിന്ന് കരുതുമാറാകണം. പ്രത്യേകിച്ച് കർത്താവ് അടിയന്റെ മുമ്പ് നിൽക്കുന്ന സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്ര കാലം മുതൽ എന്നൊന്നും അടിയൻ അറിയുന്നില്ല തമ്പുരാനെ, ആദ്യമായി കാണുകയാ അങ്ങുമായിട്ടുള്ള ബന്ധത്തില്. അപ്പാ ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തില് അടിയൻ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ, അങ്ങയുടെ ശക്തി വെളിപ്പെടുവാൻ അവിടെ നിടവരുത്തുമാറാകണമേ കർത്താവേ. ഞങ്ങള് ഈ സഹോദരൻ വിളിച്ചു പറയണം, എന്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തി എന്ന്, എന്റെ ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചു എന്ന് കർത്താവേ അനുഗ്രഹിക്കുമാറാകണമേ. അനേകർ കർത്താവേ രോഗത്തിന്റെ ഭാരത്താല് എഴുന്നേൽക്കാൻ വയ്യാതെ കാല് തളർന്ന് കൈ തളർന്ന് കിടന്ന വേളകളിൽ അങ്ങ് കർത്താവേ അവരെ കൈപിടിച്ച് ഉയർപ്പിച്ചെങ്കിലോ യേശുവേ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. യാക്കോബിനെ പോലെ ഞങ്ങൾ നിലവിളിച്ച് കരയുക. അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല ദൈവം, അനുഗ്രഹിക്കുമാറാകണം. മകന്റെ പാപങ്ങളൊക്കെയും അവിടെ ക്ഷമിക്കുമാറാകണമേ കർത്താവേ. ഇന്ന് അടിയൻ അങ്ങ് നൽകിയ ഉദ്യോഗപ്രകാരം യേശുവിന്റെ നാമത്തിൽ അടിയൻ പ്രിയമകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവമേ അവിടെ പ്രിയമകനെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം കർത്താവേ. പിശാച് എത്ര തകർക്കാൻ വന്നാലും അവന്റെ മുൻപിൽ നിൽക്കുന്ന യേശു ഞങ്ങളുടെ രക്ഷകനായതുകൊണ്ട് ഞങ്ങൾ അവനെ പേടിക്കുകയില്ല കർത്താവേ. ഞങ്ങളുടെ വചനത്തിലൂടെ തെറ്റിക്കാൻ വരുന്ന എല്ലാ പിശാചിനെയും അവിടെ നിന്ന് മാറ്റുമാറാകണമേ. ആ വചനത്തിന്റെ വാളാകുന്ന വെളിച്ചത്തിന്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം കർത്താവെ. വന്നുകൂടി എല്ലാവരും അനുഗ്രഹിക്കുമാറാകണം. ഈ കൺവെൻഷനോട് അനുഗ്രഹിക്കുമാറാകണം. ഈ ദേശത്തെ അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. എല്ലാവരുടെ മേലും അങ്ങനെ കൃപ ആവസിക്കുമാറാകണം കർത്താവെ. ഞങ്ങൾ തിരഞ്ഞെടുത്ത ദേശമല്ല, അങ്ങ് തിരഞ്ഞെടുത്ത ദേശം. എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്ക് അങ്ങ് കാണിച്ചു തരുമാറാകണമേ. ആവശ്യക്കാർ അനേകർ ദൈവമേ, അവരുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തിക്കുമാറാകണം. സകലതും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണോടിയുള്ള പരമപിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ. രാജ്യം വരണമേ. തിരീശത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാടും ക്ഷമിക്കുന്നത് പോലെ കടങ്ങൾ പാവം ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താൻ സന്തോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും പ്രിയ ദൈവമക്കളെ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കേട്ട വചനത്തിന്റെ മേലും ഈ ദേശത്തിന്റെ മേലും ദേശത്തിൽ സുവിശേഷം കേട്ട ഓരോ മക്കളുടെ മേലും കുടുംബത്തിന്റെ മേലും ഇന്ന് മുതൽ കാലാവസരം വരെയും കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.